വാസു സാറിൽ നിന്ന് കള്ളം വാസുവിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു. ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് MR അഭിലാഷ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത് ഇങ്ങനെയായിരുന്നു. കാലത്തിന്റെ കാവ്യനീതിയിൽ വാസുവിനെ കാണിച്ചപ്പോൾ എത്ര സംതൃപ്തി തരുന്ന ദൃശ്യം. ശബരിമല കേസിന്റെ പുനഃപരിശോധനാ ഹർജി കേൾക്കുന്ന വേളയിൽ കേസ് നടത്താനായി ഇയാളെ സുപ്രീം കോടതിയിലേക്ക് അയച്ചിരുന്നു. ഒരു നീല സഫാരി സ്യൂട്ട് ധരിച്ച് അധികാര ധാർഷ്ട്യത്തിന്റെ ശരീരഭാഷയുമായി ഈ മഹാപാവി കോടതിയുടെ ഇടനാഴിയിൽ കറങ്ങി നടക്കുമ്പോൾ മനസ്സിൽ മുഴുവൻ അയ്യപ്പ സ്വാമിയെ തുരക്കുന്ന മോഷ്ടിച്ച ചിന്തകളായിരുന്നു എന്ന് വിദൂരമായി പോലും കരുതാൻ കഴിഞ്ഞിരുന്ന വാസു സാറിൽ നിന്ന് കള്ളൻ വാസുവിലേക്കുള്ള ദൂരം കുറഞ്ഞു. കാലം സത്യമാണ്, സത്യമേവ ജയതേ. സ്വർണം ചെമ്പുവാളിയാക്കി എഴുതിയ കള്ളൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങണിയിച്ചതാര്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായതും അതുതന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ കമ്മീഷണറും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിനെ കൈവിലങ്ങ് വെച്ചാണ് കൊല്ലം കോടതിയിലേക്ക് കൊണ്ടുപോയത്. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് ആദ്യ തവണ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ കൈവിലങ്ങ് കണ്ട ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് N വാസു. കഴിഞ്ഞ കുറെ കാലമായി പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാൾ. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വയ്ക്കണമെന്ന് കൃത്യമായി നിയമം പ്രതിപാദിക്കുന്നു. അതൊന്നും വകവയ്ക്കാതെ N വാസുവിന്റെ കൈകളിൽ വിലങ്ങണിയിച്ചതാര്? ഇപ്പോഴിതാ നിയമവിരുദ്ധ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി DGPക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. നേരത്തെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിലങ്ങണിയിക്കരുത് എന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. SIT SP ശശിധരനാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഓരോരോ പ്രതികളെയും അറസ്റ്റ് ചെയ്ത കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ പോലീസുകാരുടെ മുഖത്ത് പക വ്യക്തമാണ്. കാരണം അവരൊക്കെ അയ്യപ്പ ഭക്തരാണ്. അയ്യപ്പ ഭക്തരായ പോലീസുകാർക്ക് ഇതത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ കൈവിലങ്ങ് അണിയിക്കരുത് എന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ മറ്റു പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസുകാർ വാസുവിന്റെ കയ്യിൽ കൈവിലങ്ങ് അണിയിച്ചു? സംസ്ഥാന DGP ഇത് സംബന്ധിച്ച് അസംതൃപ്തി SIT തലവൻ ADGP H വെങ്കടേഷിനെ അറിയിച്ചു. പ്രതിയുടെ പ്രായം, ഇതൊക്കെ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ളവ എന്നിവ പരിഗണിച്ച് വേണം കൈവിലങ്ങ് വയ്ക്കേണ്ടത്. സാധാരണഗതിയിൽ തീവ്രവാദികളെയോ കൊലപാതകികളെയോ വലിയ ബലാത്സംഗ കേസുകളിലെ പ്രതികളെയോ ഒക്കെയാണ് വിലങ്ങണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണിത് എന്ന് DGP വിശദീകരിക്കുന്നു. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുഴ സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി വളപ്പിലെത്തിയപ്പോൾ ഒരു കയ്യിൽ വിലങ്ങ് ശബരിമല കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം അറിയാതെയാണ് ഇത്തരത്തിൽ വാസുവിനെ വിലങ്ങണിയിച്ച കോടതിയിൽ എത്തിച്ചത്. ഇതിന് പിന്നാലെ പോലീസ് മേധാവി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് വാർത്തകൾ. പുറത്തേക്ക് വരുന്നത് ഈ പോലീസുകാർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും, അതായത് സസ്പെൻഷൻ അടക്കമുള്ള ശിക്ഷാ നടപടികൾ മുഖ്യൻ ആലോചിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ N വാസു എന്ന ശബരിമല കൊള്ളക്കേസിലെ പ്രതിയോട് കലിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, ശബരിമല അയ്യപ്പനോടുള്ള വിധേയത്വവും സ്നേഹവും തന്നെയാണ്. അയ്യപ്പ ഭക്തിയിൽ ചില പോലീസുകാർ ചെയ്തതാണ് ഇതൊക്കെ. 18 അടവും പയറ്റി നോക്കി N വാസു കോടതിയിൽ കടുത്ത അസുഖബാധിതനായ തനിക്ക് ജാമ്യം അനുവദിക്കാനാണ് കോടതിയിൽ N വാസു ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി അത് മൈൻഡ് ചെയ്തില്ല. N വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയത്. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചും കരിങ്കൊടി കാണിച്ചും BJP പ്രവർത്തകർ അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തുണ്ട്. കള്ളൻ വാസു എന്ന ഉച്ചത്തിൽ അവർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് വാസുവിനെ ഇറക്കുന്ന സമയം
സമയത്തായിരുന്നു ശക്തമായ പ്രതിഷേധം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ പരിഗണിക്കും. പത്മകുമാറിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളിൽ വിശദമായ പരിശോധന ഉണ്ടായേക്കും. പത്മകുമാർ SITയുടെ കസ്റ്റഡിയിൽ വാങ്ങാനും തിരുവനന്തപുരം AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക്, അതായത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് വാസുവിന്റെ പേരിൽ തങ്ങൾക്ക് എന്തെങ്കിലും നടപടി ഉണ്ടായാലും അത് തങ്ങൾക്ക് പ്രശ്നമില്ല. തങ്ങളുടെ മനസ്സിൽ അയ്യപ്പൻ ഒരുപക്ഷെ തോന്നിച്ചതാകാം എന്നാണ് ആ പോലീസുകാർ കരുതുന്നത്. അതുകൊണ്ട് അതിൽ വിഷമമില്ല. വാസുവിനെതിരെ ഉയരുന്നത് സംഘടിത കുറ്റകൃത്യമാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഹൈക്കോടതി പോലും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബണ്ടി ചോറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൈവിലങ്ങ് അണിയിച്ചല്ലോ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ ഉയർത്തുന്നു. എന്നാൽ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ചത് വലിയ നാണക്കേടാകുന്നത് വാസുവിന് മാത്രമല്ല CPM-ന് കൂടിയാണ്. കലിമൂത്ത് വാസു എന്തെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാൽ അത് ഉന്നത CPM നേതാക്കളെ അടപടലം വീഴ്ത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. ജുഡീഷ്യൽ ഓഫീസർ പദവിയിലടക്കം പ്രവർത്തിച്ച N വാസുവിനെ ചില പോലീസുകാർ അപമാനിച്ചു എന്നാണ് വാസുവിന്റെ നിലപാട്. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPM നേതാക്കളടക്കം ഇത് ഉയർത്തിയിരിക്കുന്നത്. ശബരിമല കൊള്ളയുടെ കറ പുറത്തേക്കുള്ള വരവ്, ശബരിമല കൊള്ള പുറത്തായതിനു പിന്നിൽ ദൈവവിധി തന്നെയാണ് എന്ന് കരുതുന്ന ഒട്ടനവധി ആളുകളുണ്ട്. യുവതീ പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ ചില ജ്യോത്സ്യർ പിണറായി വിജയൻ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നു, അയ്യപ്പ കോപം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. ഇതിനെ തുടർന്ന് ചില ജ്യോതിഷന്മാർ കുറിപ്പ് നൽകുകയും ആ കുറിപ്പിലെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പിണറായി വിജയനും കൂട്ടരുമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. ക്ലിഫ് ഹൗസിൽ ഗോശാല നിർമ്മിച്ച പശുക്കളെ പരിപാലിക്കുന്ന മുഖ്യമന്ത്രിയുടെ വേഷമാണ് കേരളത്തെ ആദ്യം അത്ഭുതപ്പെടുത്തിയത്. പിന്നീട് ക്ലിഫ് ഹൗസിലെ ഗോശാല വിപുലമാക്കുന്നതും കൂടുതൽ പശുക്കളെ ഗോശാലയിലേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ അടക്കം അമ്പലങ്ങളിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കേരളത്തിന്റെ ചാനലുകൾ തന്നെ പിന്നീട് സംപ്രേഷണം ചെയ്തു കാണിച്ചു. ശബരിമലയിൽ ചെയ്ത തെറ്റുകൾക്ക് പാപപരിഹാരം തേടുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും. ഇതാ തിരിച്ചറിഞ്ഞ എ പത്മകുമാർ അടക്കം ഒട്ടനവധി പരിഹാര പ്രക്രിയകളിലേക്ക് കടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വെള്ള ഇന്നോവ കാറിലായിരുന്നു തന്റെ യാത്രയെങ്കിൽ പിന്നീട് അത് വെള്ളക്കാർ മാറ്റി കറുത്ത കാറുകൾ ഉപയോഗിക്കണം എന്നതും ജ്യോത്സ്യന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സദാ കറുപ്പ് സാധ്യമല്ലാത്തത് കൊണ്ടാണ് കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കാമെന്ന് ജ്യോത്സ്യന്മാർ പിണറായി വിജയനെ ഉപദേശിച്ചത്. ഇതാ അക്ഷരം പ്രതി പിന്നീട് പിണറായി വിജയൻ പാലിക്കുകയും ചെയ്തു. ഒപ്പം എ പത്മകുമാർ. എന്നാൽ കറുത്ത കാറിൽ യാത്ര ചെയ്തിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പപ്പനും പോയി, വാസുവും പോയി. ഇനി അടുത്തതാര്? കാത്തിരുന്ന് കാണാം.